ഹായ് ഓൾ, ഇറ്റ്സ് മീ കുർഗു മലയാളി ആൻഡ് വെൽക്കം ബാക്ക്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അതേപോലെ പുറത്ത് നല്ല മഴയും. കുറേ വിചാരിക്കുന്ന രാവിലെ എണീറ്റ് ഒരു ഹെൽത്തി മോർണിംഗ് റുട്ടീന് കീപ്പ് ചെയ്യണമെന്ന്. പക്ഷേ രാത്രി അത്രയ്ക്ക് തന്നെയാലും ഉറങ്ങാനെല്ലാം നല്ല ലേറ്റാണ് കേട്ടോ. അങ്ങനെ പല റീസൺ കൊണ്ടും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ബട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ നല്ലൊരു ഹെൽത്തി മോർണിംഗ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനും ഞാൻ ശ്രമിക്കലുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡേ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ടാണ്, കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ മോർണിംഗ് ആയിരിക്കും. രാവിലെ അടിപൊളിയാണെങ്കിൽ പിന്നെ ആ ഒരു ദിവസം മൊത്തം അടിപൊളിയായിരിക്കും കേട്ടോ. രാവിലെ തന്നെ ഒരു നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ആ ഒരു ദിവസം നോക്കണ്ട. ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായി നല്ല തണുപ്പാണ് കേട്ടോ. 17 ഡിഗ്രി അങ്ങനെയാണ് ഇവിടുത്തെ വെതർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല പുതപ്പും അല്ല മൂടി കിടന്നുറങ്ങാനാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നെണീച്ച് നോക്കിയേ, ആ ദിവസം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. കിളികളുടെ സൗണ്ടും നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ ഞാൻ എനിക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കലുണ്ട്. അതിൽ നിന്നൊന്നാണിതാ ഈ ഒരു ഇത്. എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു ടു ഡു ലിസ്റ്റും കൂടി തയ്യാറാക്കലുണ്ട്. അപ്പോൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ഞാൻ എഴുതി വെക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ടൈം തന്നെയാണ് ഞാൻ യൂട്യൂബിലേക്ക് കണ്ട കണ്ടൻറ്റും എഴുതി വെക്കാറ്. എഴുതി വെച്ചിട്ടാണ് ഞാനത് നോക്കി ഞാൻ അപ്ലോഡ് ചെയ്യുക. എല്ലാവർക്കും അവരുടെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കണമെന്നും രാവിലെ എണീക്കണമെന്നും ആഗ്രഹം കാണും. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നുണ്ടാവില്ല. അടുത്ത വീഡിയോയിൽ രാവിലെ എണീക്കാൻ ഞാൻ ഇതാക്കിയ കുറച്ച് ടിപ്സ് എല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു വീഡിയോ എന്തായാലും ലെങ്ത്ത് കൂടുന്നുണ്ട്, ഞാൻ ഇപ്പം പറയുന്നില്ല. രാവിലെ എണീക്കുന്നതിൽ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിലും നമ്മൾ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അല്ലാണ്ട് രാവിലെ തന്നെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചാൽ തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ രാവിലത്തെ കുക്കിംഗ് ഈസി ആയിരിക്കണമെങ്കിൽ നമ്മൾ തലേന്നേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കേണ്ടത്, ലഞ്ച്, ഡിന്നർ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ തന്നെ നമ്മൾ കുക്കിംഗ് വേഗം തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളായാലും വിമർശനങ്ങളായാലും കമൻസിലൂടെ അറിയിക്കുക. താങ്ക്